എവർക്ക് സുപ്രഭാതം. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ എടുക്കുവാൻ തൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നോക്കുന്ന സകലത്തിനും അധികാരിയായിരിക്കുന്ന ഒരു വിചാരകനെ ഏൽപ്പിക്കുകയുണ്ടായി. കൃത്യമായിട്ടും എവിടെ നിന്നാണ് തൻ്റെ മകന് ഭാര്യയെ എടുക്കേണ്ടത് എന്നുള്ള എല്ലാ നിർദ്ദേശവും നൽകി ആ വ്യക്തിയെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ അദ്ദേഹം അബ്രഹാമിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അബ്രഹാം പറഞ്ഞതുപോലെ എനിക്ക് എങ്ങനെയാണ് ഈ ഭാര്യയെ കണ്ടെത്തി തൻ്റെ മകന് കൊണ്ട് കൊടുക്കുവാനായിട്ട് കഴിയുന്നത്? ഈ ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: യഹോവ തൻ്റെ ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയച്ച് നിന്റെ വഴിയെ നേരെയാക്കി തരും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാത്രം ഈ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും എന്നാണ് അബ്രഹാം പറഞ്ഞതിൻ്റെ അർത്ഥം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി പല ആലോചനകൾ നമുക്കുണ്ട്. എന്നാൽ നാം പലപ്പോഴും നമ്മുടെ ആലോചനയാൽ മുന്നോട്ട് പോകുന്നവരാണ്. ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് പകലിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ആലോചനകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അബ്രഹാമിൻ്റെ ദാസൻ പോയി ദൈവത്തിൻ്റെ ആലോചനയാൽ ഇസ്ഹാക്കിന് തക്കതായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെടുക്കുകയുണ്ടായി. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ ഒരുക്കമുള്ള ഒരു ഹൃദയവും മനസ്സും അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജീവിതവുമാണ് എങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചന നടക്കുവാൻ ഇന്ന് പകലിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.